സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിട്ടുള്ള ഒരുപാടധികം താരങ്ങളെ നമ്മൾ നമ്മുടെ ഈ ഒരു ഐറ്റം വേറയുടെ വീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നും നമ്മൾ അതേപോലെ ഒരു സോഷ്യൽ മീഡിയ താരത്തെയാണ് കൊണ്ടുവരാൻ പോകുന്നത് ഒരു പെർഫോമൻസിന് വേണ്ടിയിട്ട്. അദ്ദേഹത്തെ ഇങ്ങോട്ട് വിളിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ആ ഒരു വൈറൽ വീഡിയോ നമുക്കൊന്ന് കണ്ടാലോ? കുറെ വൈറൽ വീഡിയോകളിൽ ഒരു വൈറൽ വീഡിയോ നമുക്കിതാ ഇപ്പൊ കാണാം. പിടിപുട തെച്ചിൽ കൊണ്ടു കറുകറുത്തു ചിരിമഴ നനയുമ്പോൾ വെളുവെളുത്തു. പിടിപുട തെച്ചിൽ കൊണ്ടു കറുകറുത്തു ചിരിമഴ നനയുമ്പോൾ വെളുവെളുത്തു. മദനശരം പോലെ വരാം മധുചഷകം ഞാൻ പകരാം. ഒന്നിതിലെ വന്നാൽ എല്ലാം മേഘാം ഞാൻ. അസകൊസലെ പെണ്ണിറങ്ങി ഇറങ്ങി ഇറങ്ങിയില്ല സോന സോന ഞാൻ ഒന്നാം നമ്പർ. അടിമുടി വടിവഴകിൽ ഒന്നാം നമ്പർ. സോന സോന ഞാൻ ഒന്നാം നമ്പർ. അടിമുടി വടിവഴകിൽ ഒന്നാം നമ്പർ. So let's welcome Aji. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ജിജു ചേട്ടാ, അജോ ചേട്ടാ, നസീർക്ക, എല്ലാവർക്കും നമസ്കാരം. സ്വാഗതം സ്വാഗതം. താങ്ക് യു ചേട്ടാ. എവിടെയാണ് അജിച്ചേട്ടന്റെ സ്ഥലം? എന്റെ സ്ഥലം തിരുവനന്തപുരമാണ്. ഇപ്പൊ കടക്കാവൂരാണ് താമസിക്കുന്നത്. ടെക്നോ പാർക്കിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. വർക്കിംഗ് ആണ്? അതെ അതെ, വർക്കിംഗ് ആണ്. ഒരു 10-14 വർഷമായിട്ട് ടെക്നോ പാർക്കിൽ തന്നെ വർക്ക് ചെയ്യാണ്. അത് ശരി. അപ്പൊ ഇത് സൈഡിൽ കൂടെ ഉള്ള ഒരു... അതെ, എന്റെ ആദ്യത്തെ ഫ്ലോർ ആദ്യം TV-യിൽ എനിക്ക് ആദ്യമായി ചാൻസ് തന്നത് ഫ്ലവേഴ്സ് ചാനലാണ് 2017. ഈ കഴിഞ്ഞിടെ അജിയുടെ കുറെ വീഡിയോ ഭയങ്കര വൈറലായി. അതെ. ഈ അടുത്തിടെ കഴിഞ്ഞ എനിക്കൊന്ന് 2 ആഴ്ചക്കുള്ളിൽ ഒരു വീഡിയോ ഇട്ട് ഡൗൺലോഡ് ചെയ്തിരുന്നു. അതെ അതെ ചേട്ടാ, ഒരു സർവമായാലും ഒരു വൈറലായിരുന്നു. വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മളവിടെ കോമഡി ഉത്സവത്തിൽ നിന്നൊക്കെ പോയി കഴിഞ്ഞ ശേഷം പറന്നങ്ങള് ഇപ്പൊ ഇതേപോലെ തന്നെ ഇപ്പൊ വളർന്ന് വലുതായക്കൊണ്ട് തന്നെ നമ്മുടെ പെർഫോമൻസും വളർന്ന് വലുതായി. അത് കാണണം നമുക്ക്. അത് കാണണം. കുറേയധികം ഫാൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് അതെ അതെ ഇന്ന് ഇവിടെ എന്താണ് നമുക്ക് വേണ്ടി പ്രസന്റ് ചെയ്യാൻ പോകുന്നത്? ഞാൻ സാധാരണ സോങ് മിമിക്സ് ആണ് ചെയ്യാറുള്ളത്. ആദ്യം ഒരു പാട്ടിൽ തുടങ്ങാം, പിന്നെ വേറൊരു സംഭവത്തിലോട്ട് നമുക്ക് പോകാം. ആദ്യം ഷഹബാസ് അവൻ സാറിന്റെ ഒരു പാട്ട് ഇവിടെ അദ്ദേഹത്തിന്റെ ശബ്ദത്തിലൂടെ പാടാൻ ശ്രമിക്കുകയാണ്. കായലിന്റെ അരികെ. ഓക്കെ. കായലിനരികെ കൊച്ചിക്കായലിനരികെ കൊടികൾ പറത്തി കുതിച്ചു പൊങ്ങിയ കമ്പനികൾ കച്ചവടത്തിന് കച്ചമുറുക്കി കനത്ത് നിൽക്കും കമ്പനികൾ. കായലിനരികെ ഈ കായലിനരികെ കൊടികൾ പറത്തി കുതിച്ചു പൊങ്ങിയ കമ്പനികൾ കച്ചവടത്തിന് കച്ചമുറുക്കി കനത്ത് നിൽക്കും കമ്പനികൾ. കായലിനരികെ ഈ കായലിനരികെ. താങ്ക് യു. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയൊക്കെ പഠിക്കുന്ന സമയത്ത് പല പല വിഷയങ്ങളെ പറ്റി പഠിക്കും, പല പല ഫോർമുലകളെ പറ്റി പഠിക്കും, പല പല സബ്ജക്റ്റുകൾ പഠിക്കും. ഈ സാധനങ്ങൾ പഠിപ്പിക്കാനായിട്ട് നമുക്കറിയാവുന്ന പ്രശസ്തരായിട്ടുള്ള നമ്മുടെ സെലിബ്രിറ്റീസ് ഒക്കെ വരുവാണെങ്കിൽ എങ്ങനെ ഇരിക്കും നോക്കാം. ഇപ്പൊ സുരേഷ് ഏട്ടൻ ആദ്യം വരുന്നത് A+B² പഠിപ്പിക്കാനാണ്. അപ്പൊ അദ്ദേഹം ഇവിടെ വന്നാൽ എങ്ങനെ ആയിരിക്കും നമുക്ക് നോക്കാം. ഏത് സിലബസ് ആണ്? CBSE ആണ്. സ്റ്റേറ്റ് സിലബസ് ആണെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കരുത്. സെൻട്രൽ സിലബസ് ആണെങ്കിൽ മാത്രമേ ഞാൻ അറ്റൻഡ് ചെയ്യൂ. ബിജുക്കുട്ടൻ നോട്ട് എടുക്ക്, പ്രചോദ് എടുക്ക്, നാസർക്ക് എടുക്ക്, എല്ലാവരും എടുക്ക്, എല്ലാവരും നോട്ട് എടുത്ത്. A+B² = A³ + 3A²B+. ബാക്കി ഞാൻ പറയില്ല, പറയാൻ എനിക്ക് സൗകര്യമില്ല. നിങ്ങൾ പോയി മീഡിയയോട് ചോദിക്കും. നിങ്ങളൊക്കെ ആരാ? ഇങ്ങനെ ആയിരിക്കും നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് ഏട്ടൻ പ്രതികരിക്കുക. ഇനി ബാല, നമ്മൾ ഈ മലയാളം മീഡിയത്തിലൊക്കെയാണ് ഞാൻ പഠിച്ചത് ചേട്ടാ. അപ്പം ആ സമയത്ത് നമ്മൾ ഈ വേർഡ് പ്രോബ്ലംസ് ഒക്കെ ഇപ്പൊ നമ്മുടെ മക്കൾ ചെയ്യുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഈ വേർഡ് പ്രോബ്ലംസിനൊക്കെ വഴിക്കണക്കെന്നാ പറഞ്ഞിരുന്നത്. അപ്പൊ വഴിക്കണക്ക് പഠിപ്പിക്കാൻ ബാല വരുവാണ്. അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് വഴിക്കണക്കാണ്. വഴിക്കണക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിരിക്കണം. ബിജുവിൻ്റെ കയ്യിൽ 250 ആപ്പിളുണ്ട്, പ്രചോദിക്കയുടെ കയ്യിൽ 300 ഓറഞ്ച് ഉണ്ട്.
നാസറിക്കയുടെ കയ്യിൽ 250 വാഴപ്പഴമുണ്ട്. മൊത്തം എത്ര ഫ്രൂട്ടാണ് ഉള്ളത് നിങ്ങൾ പറയും? 50 ഫ്രൂട്ട്. അരിവികറ്റ മുണ്ടൻ. ഞാൻ എൻ്റെ കയ്യിൽ എത്ര ഫ്രൂട്ട് ഉണ്ടെന്നാണ് ചോദിച്ചത്. നന്ദി, നമസ്കാരം. ക്ഷമ. അടിപൊളി അടിപൊളി അടിപൊളി. ഇനി നമ്മൾ ന്യൂട്ടന്റെ ചലന നിയമം, അപ്പൊ അത് ഇന്ദ്രജിത് സുകുമാർ അദ്ദേഹം എമ്പുരാൻ 3യുടെ സെറ്റിൽ നിന്നും ജോയിൻ ചെയ്തിട്ടുണ്ട്. Everybody continues its state of rest or uniform motion unless an external force acts on it. അടിപൊളി. External force എന്ന് പറയുമ്പോൾ have you heard about എമ്പുരാൻ ഗ്യാങ്, ലൂസിഫർ, മൊഗംബോ, ഷെൻട്രയാഡ്, അറ്റ്ലീസ്റ്റ് ഇലുമിനാണ്ടി? അപ്പൊ സെക്കൻഡ് ലോ ഓഫ് മോഷൻ പഠിപ്പിക്കാനായിട്ട് നമ്മുടെ റിവ്യൂ ഒക്കെ പറയുന്ന ആറാട്ടണ്ണനെ ന്യൂട്ടൺ ശക്കില്ല. ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഫോർമുലയുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഫുള്ള് ഫോഴ്സാണ്, റൈറ്റ് ഹാൻഡ് സൈഡ് ഫുള്ള് മാസാണ്. ആക്സിലറേഷൻ ഉണ്ട്. ഫോഴ്സ് കൂടുമ്പോൾ ആക്സിലറേഷൻ കൂടുന്നു, ആക്സിലറേഷൻ കൂടുമ്പോൾ ഫോഴ്സ് കൂടുന്നു. നടക്ക് ഈക്വലിറ്റി ഉണ്ട്. സെക്സിയായിട്ടുള്ള ഫോർമുലയാണ്. ഫുൾ മാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഷോട്ട് ഹിറ്റാണ്. താങ്ക് യു. അപ്പൊ ഇനി നമുക്ക് മലയാളമൊക്കെ പറയാനായിട്ട് നമ്മുടെ വളരെ കട്ടിയായിട്ടുള്ള കവിതകൾ പറയാൻ ഞാൻ നോക്കിയിട്ട് പ്രചോദനത്തിന് പറ്റും. പക്ഷെ ഞാൻ വേറെ ആരെങ്കിലും ചിന്തിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് നമ്മുടെ ലാൽ സാറാണ്. ഇപ്പൊ ചക്ഷുസ്രവണ കളസ്തമാം ദർദുരം എന്നൊക്കെ പറയുന്ന വരികൾ നമുക്കൊരു പേടി സ്വപ്നമായിരുന്നു എന്നും. അത് പറയാൻ ലാൽ സാർ വരാണ്. അദ്ദേഹം 2 ട്രൈ ചെയ്യുള്ളൂ. ക്ഷമിക്കുക. പോലെ കോപ്പ് രാത്രി മുഴുവൻ ചക്കിളി കളിക്കാതിരുന്ന് പഠിച്ചിട്ട് വന്നിട്ട് മനസ്സിലാവുന്നുണ്ട് പുള്ളി. ട്രൈ ചെയ്യും. ചക്ഷുസ്രവണകളസ്തമാം ഭക്ഷണത്തിനപേക്ഷിക്കും പോലെ സ്മാർട്ട് ബോയ്സ്. അടുത്തത് ഞാൻ എക്സാം ഹാളിൽ നമ്മൾ ഷാറൂഖ് ഖാനെ കൊണ്ടുവരാണ്. ഷാറൂഖ് ഖാൻ എന്ന് പറഞ്ഞാൽ ചക് ദേ ഇന്ത്യയിലെ ആ 70 മിനിറ്റ് ഒരു ഫേമസ് ഡയലോഗ് ഉണ്ടല്ലോ ക്ലൈമാക്സിൽ പറയുന്നത്, ആ സാധനം എക്സാം ഹാളിൽ ഇൻവിജിലേറ്റർ ആയിട്ട് ഷാറൂഖ് ഖാൻ വരുവാണ്. അപ്പോൾ ലാസ്റ്റ് 10 മിനിറ്റ് പിള്ളേരൊക്കെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഷാറൂഖ് ഖാൻ വന്നിട്ട് 10 മിനിറ്റ് तुम्हारे पास तुम्हारी परीक्षा की लास्ट 10 मिनट. इस 10 मिनट में നിങ്ങൾ കോപ്പി അടിക്കൂ ഇല്ലയോ, തൊണ്ടു വെക്കൂ ഇല്ലയോ, പക്ഷെ ഈ 10 മിനിറ്റ് ഒറ്റ ആൾ പോലും ടോയിൻ കട്ടാതെ എഴുതരുത്. ക്യോंकि इसके बाद आने वाले 10 मिनट में ഒറ്റ സെക്കൻഡ് പോലും തരില്ല, ഒറ്റ സെക്കൻഡ് പോലും. അപ്പോൾ ഈ ഷാറുഖ് ഖാൻ ഇൻവിജിലേറ്റർ ആയിട്ടൊക്കെ വന്നിട്ട് തുണ്ട് ബിറ്റ് കൊണ്ടുവന്ന പൊക്കിയത് നമ്മുടെ ബിനു പപ്പുവാന്ന് വിചാരിക്കാം. നടക്കൂല, തരൂല, കിട്ടൂല. നാലാട്ടിന്ന് ശീലിച്ചു പോയി കഴിവേറി. അപ്പോൾ ബിനു പപ്പു ഇങ്ങനെ പ്രതികരിച്ചെങ്കിൽ നമ്മുടെ മുരളി ഗോപി സാറ് കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടായിരിക്കും ഇതിന് റെസ്പോണ്ട് ചെയ്യുക. പുള്ളി മാന്യനായിട്ടിരിക്കുമായിരുന്നു, ആരോ തൊണ്ട് വലിച്ചെറിഞ്ഞു പുള്ളിയുടെ പുറത്തോട്ട്. അപ്പം മുരളി ഗോപി എങ്ങനെയായിരിക്കും റെസ്പോണ്ട് ചെയ്യാൻ നോക്കാം. ലെറ്റ് മീ ടെൽ യു സംതിങ് ഫ്രണ്ട് ടു ഫ്രണ്ട്. യാതൊരുവിധ സിസ്റ്റമിക് നോട്ടിഫിക്കേഷനും കൂടാതെ അവൻ എൻ്റെ പുറത്തോട്ട് തൊണ്ടുവരുന്നത്. താങ്ക്സ് ടു ഓൾ ഓഫ് us. 80% ഓഫ് ദ തൊണ്ട് വയ്ക്കുന്ന പീപ്പിൾ ഇൻ ദിസ് കൺട്രി ആർ നോട്ട് ഗെറ്റിംഗ് പണിഷ്ഡ്. താങ്ക്സ് ടു ഓൾ ഓഫ് us. ദോസ് പീപ്പിൾ ആർ ദ ക്ലാസിക് ക്രിമിനൽ ആൻഡ് ഇസ് സ്കോട്ട് ഫ്രീ നൗ. താങ്ക് യു. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി പ്രോഗ്രസ് റിപ്പോർട്ട് കിട്ടുന്നത് നമ്മുടെ അച്ഛനായിട്ട് വരുന്നത് ജഗദീഷ് ഏട്ടനാണെന്ന് വിചാരിക്കുക. പ്രോഗ്രസ് റിപ്പോർട്ട് കിട്ടി മുട്ടയായിരുന്നു എനിക്ക് കൂടുതൽ. അപ്പം അതിനകത്ത് ജഗദീഷ് ഏട്ടനാണ് അച്ഛനായിട്ട് വരുന്നതെങ്കിൽ അദ്ദേഹത്തിന് എല്ലാവരും HSME ഈ ഒരു സാധനം കാണിക്കുന്നത്. ഞാൻ പക്ഷേ ഫാലിമി അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കുറച്ചൊരു വേറൊരു മോഡുലേഷൻ പഠിക്കാൻ നോക്കാം. നന്നായിട്ട് പഠിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് കാശുണ്ടാക്കാനും പറ്റി. എനിക്കൊക്കെ വേണമെങ്കിൽ നീയൊക്കെ പഠിക്കും. ഈ ഒരു മോഡുലേഷനിലാണ് അദ്ദേഹം ജഗദീഷ് ഏട്ടനാണെങ്കിൽ സംസാരിക്കുക. എനിക്ക് ആ ഡയലോഗ്സ് മറന്നുപോയി, ബട്ട് ഈ ഒരു മോഡുലേഷനാണ് പഠിക്കുക. ഇനി നമ്മൾ അവസാനം നമ്മളൊരു ക്ലാസ്സിൻ്റെ ഒരു പോസിറ്റീവ് എൻഡ് എന്നുള്ള രീതിയിൽ നമ്മുടെ കമൽ സാർ അദ്ദേഹം ഡ്രഗ് ഫ്രീ സൊസൈറ്റിയെ പറ്റി സംസാരിക്കാനായിട്ട് വരുന്നുണ്ട്. We need drug free society. இந்த ட்ரக்கோட எஃபெக்ட் என்ன தெரியுமா? நேற்று வெத்தலை பாக்கு புகையில் அதோட பார்டர் வருஷன் நினச்சிட்டு இருக்கிறீங்களா? நோ, இப்படியே போயிடுச்சுன்னா குரங்கா மாறிடும் சார். குரங்குன்னு என்ன தெரியும்? மல்டிப்ளை, ப்ரோலிஃபரேட். அக்கா தெரியாது, அம்மா தெரியாது, தங்கச்சியும் தெரியாது. താങ്ക് യു. അപ്പോൾ അതായിരുന്നു എൻ്റെ ആ ഒരു സെഗ്മെൻറ്റ്. എൻ്റെ കയ്യിൽ ഒരു ചെറിയൊരു സംഭവം കൂടെ ഉണ്ട്, അത് ഞാനിവിടെ സമയം അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യണം. അതായത് ഈ ദിഗംബറിനായിട്ട് മനോജ് കെ ജയനാണ് നമ്മുടെ ഒരു കൾട്ട് സാധനമാണ്. അപ്പോൾ അത് ആക്ച്വലി നമ്മുടെ ബൈജു ചേട്ടൻ തിരുവനന്തപുരം സ്റ്റൈലിൽ ചെയ്താണെങ്കിൽ ഈ സാധനം ഇവർ രണ്ടുപേരും ചെയ്തിട്ടുണ്ട്. അത് കണ്ട് കൊതി വന്നിട്ടാണ് ഞാനിത് ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ദിഗംബറിനായിട്ട് മനോജ് കെ ജയൻ ആണത്.
നിന്റെ കാഴ്ച ഞാൻ എടുത്തിട്ടും 18 അടവുകളും പഠിക്കാത്ത കളരിക്കൽ ചെമ്പ, എന്താണ് നിനക്ക് വേണ്ടത്? നിന്റെ അഭ്യാസങ്ങളും ആ മുറകളും ഒന്നും എനിക്കറിയില്ല, എന്നെ വെറുതെ വിട്ടുകൂടെ? ഈ ഒരു സ്റ്റൈലായിരിക്കും നമ്മുടെ മനോജ് കെ ജയൻ അദ്ദേഹം വന്ന് പറഞ്ഞിട്ട് പോവാ. ഇതേ സാധനം ബൈജു എന്ന് പറയാം തിരുവനന്തപുരം സ്റ്റൈലിൽ പറയാം, ഡേയ് നിന്റെ കാഴ്ച ഞാൻ എടുത്തിട്ടും 18 അടവുകളും പഠിക്കാത്ത കളരിക്കൽ ചെമ്പ, നീ ഒരു മഹാപേഴാനിടേ, എന്തിനാണ് നിനക്ക് വേണ്ടത്? സ്വന്തം കാര്യങ്ങൾ ഒതുക്കി കഴിയുന്ന ഒരു സാത്വികനാണ് ഞാൻ, എന്നോട് മുട ഇറക്കില്ല കേട്ടാ. ഹൃദയരേഖ 1000 രേഖ, 1000 രേഖയ്ക്ക് എന്തരോ ഒരു കുഴപ്പം.